നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഭരതൻ സാറിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകളിലൂടെയുള്ള ഒരു യാത്രയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നടത്തിയത്. അപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, ചമയം, പിന്നെ അതുപോലെ തന്നെ അമരം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ 90കളിലുള്ള കുറച്ച് സിനിമകളെ പറ്റി എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ ചിത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആദ്യഘട്ടം 1975 പ്രയാണം എന്ന് പറയുന്ന സിനിമയോടുകൂടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു സിനിമ ജേണി, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ സിനിമകളെ കുറിച്ചും അതിലെ അഭിനേതാക്കളെ കുറിച്ചുമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നറിയാം, എങ്കിലും പറയുകയാണ്, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ പോകുന്നുള്ളൂ. 1975 ഭരതന്റെ സംവിധാനത്തിൽ ആദ്യത്തെ ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിന്റെ പേര് പ്രയാണം. മോഹൻ, ലക്ഷ്മി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1977 ഭരതൻ ചെയ്ത അടുത്ത ചിത്രമായിരുന്നു ഗുരുവായൂർ കേശവൻ. MG സോമൻ, ജയഭാരതി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1978 ഭരതന്റെ സംവിധാനത്തിൽ 3 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യത്തേത് രതി നിർവേദം. ജയഭാരതി, കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രം അണിയറ. MG സോമൻ, റീന തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രം ആരവം. നെടുമുടി വേണു, പ്രമീള, പ്രതാപ് പോത്തൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1979 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തകര. പ്രതാപ് പോത്തൻ, സുരേഖ, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. 1980 ഭരതന്റെ സംവിധാനത്തിൽ 3 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യത്തേത് ലോറി ആയിരുന്നു. അച്ഛൻ കുഞ്ഞ്, ബാലൻ കെ നായർ, മീന, നിത്യ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്തത് ഒരു തമിഴ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ പേര് സാവിത്രി. 1975 ഭരതന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രയാണത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു ഈ ചിത്രം. മേനക, രമണമൂർത്തി, വിനോദ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അടുത്ത ചിത്രം ചാമരം. നെടുമുടി വേണു, സെറീന വഹാബ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. 1981 ഭരതന്റെ സംവിധാനത്തിൽ 5 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് നിദ്ര. വിജയ് മേനോൻ, ശാന്തി കൃഷ്ണ, KPS ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അടുത്ത ചിത്രം പാളങ്ങൾ. നെടുമുടി വേണു, സെറീന വഹാബ്, ഭരത് ഗോപി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തത്. അടുത്ത ചിത്രം പറങ്കിമല. 1971 പുറത്തിറങ്ങിയ പറങ്കിമല എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ചിത്രം ഒരുക്കിയത്. സുകുമാരി, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അടുത്ത ചിത്രം ചാട്ട. ബാലൻ കെ നായർ, നെടുമുടി വേണു തുടങ്ങിയവർ മുഖ്യവേഷത്തിൽ അഭിനയിച്ചു. 1981 പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിന്റെ പേര് പാർവതി. നസീർ, ലത, നന്ദിത ബോസ് തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1982 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് മർമരം. നെടുമുടി വേണു, ഭരത് ഗോപി, ജലജ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അടുത്ത ചിത്രം ഓർമ്മയ്ക്കായി. മാധവി, ഭരത് ഗോപി, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. 1983 ഭരതന്റെ സംവിധാനത്തിൽ 3 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഈണം. വേണു നാഗവള്ളി, ശാന്തി കൃഷ്ണ തുടങ്ങിയവരായിരുന്നു പ്രധാന നടീനടന്മാർ. 1983 പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിന്റെ പേര് സന്ധ്യമയങ്ങും നേരം. ഭരത് ഗോപി, ജയഭാരതി, ശ്രീനാഥ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അടുത്ത ചിത്രത്തിന്റെ പേര് കാറ്റത്തെ കിളിക്കൂട്. ഭരത് ഗോപി, മോഹൻലാൽ, ശ്രീവിദ്യ, രേവതി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. 1984 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് എന്റെ ഉപാസന. മല്ലിക യൂനിസിന്റെ ഉപാസന എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ചിത്രം പുറത്തിറക്കിയത്. മമ്മൂട്ടിയും സുഹാസിനിയുമായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. മമ്മൂട്ടി, ശോഭന, മധു, റഹ്മാൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. 1985 ഭരതന്റെ സംവിധാനത്തിൽ 3 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് കാതോട് കാതോരം. മമ്മൂട്ടിയും സരിതയുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. അടുത്ത ചിത്രത്തിന്റെ പേര് ഒഴിവുകാലം. പ്രേം നസീർ, ശ്രീവിദ്യ, രോഹിണി, മേനക തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1985 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു ഊഞ്ചലാടും മുറിവുകൾ. അറ്റത്തെ കിളിക്കൂട് എന്ന മലയാള ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഈ ചിത്രം. ജയശങ്കറും ശ്രീവിദ്യയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1986 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ചിലമ്പ്. റഹ്മാൻ, തിലകൻ, ശോഭന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രത്തിന്റെ പേര് പ്രണാമം. മമ്മൂട്ടിയും സുഹാസിനിയുമാണ് ഈ ചിത്രത്തിലെ ലീഡ് റോളുകൾ കൈകാര്യം ചെയ്തത്. 1987 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം. നെടുമുടി വേണു, ശാരദ, പാർവതി, ദേവൻ തുടങ്ങിയവരായിരുന്നു
ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തത്. 1987 പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിന്റെ പേര് നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. ഗിരീഷ് കർണാട്, നെടുമുടി വേണു, കാർത്തിക തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1989 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് വൈശാലി. സുബർണ, സഞ്ജയ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയത്. അടുത്ത ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം. സുഹാസിനി, മുകേഷ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 1990 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് താഴ്വാരം. മോഹൻലാൽ, സലീം ഘോഷ്, സുമലത തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രം മാളൂട്ടി. ഈ ചിത്രത്തിൽ ജയറാം, ബേബി ശാമിലി, ഉർവശി തുടങ്ങിയവരാണ് അഭിനയിച്ചത്. 1991 ഭരതന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് അമരം. മമ്മൂട്ടി, മാധു, KPC ലളിത, മുരളി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. അടുത്ത ചിത്രം കേളി. ജയറാം, ചാരുംല തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1992 ഭരതന്റെ സംവിധാനത്തിൽ 2 തമിഴ് ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ആവാരം പൂ. 1980 മലയാളത്തിൽ പുറത്തിറങ്ങിയ തകര എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു ഈ ചിത്രം. ഈ ചിത്രത്തിൽ വിനീത്, നന്ദിനി, നാസർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രത്തിന്റെ പേര് തേവർ മകൻ. കമൽഹാസൻ, ശിവാജി ഗണേശൻ, രേവതി, ഗൗതമി തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. 1993 ഭരതന്റെ സംവിധാനത്തിൽ 3 ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് വെങ്കലം. മുരളി, മനോജ് കെ ജയൻ, ഉർവശി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അടുത്ത ചിത്രത്തിന്റെ പേര് ചമയം. മനോജ് കെ ജയൻ, മുരളി, സിത്താര തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യ വേഷങ്ങൾ അവതരിപ്പിച്ചത്. അടുത്ത ചിത്രത്തിന്റെ പേര് പാതേയം. മമ്മൂട്ടിയും ചിപ്പിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1996 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദേവരാഗം. ശ്രീദേവിയും അരവിന്ദ് സ്വാമിയുമായിരുന്നു ചിത്രത്തിലെ പ്രധാന നടീനടന്മാർ. 1997 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചുരം. ദിവ്യ ഉണ്ണി, മനോജ് കെ ജയൻ, KPC ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. 1998 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു മഞ്ജീരധ്വനി. ഈ ചിത്രത്തിൽ വിനീത്, സാക്ഷി ശിവാനന്ദ് തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചത്. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ട്. ഒരുപാട് വ്യക്തികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുമ്പോഴേ ബൈ ബൈ.